ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആവറേജ് ആണ്. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒറ്റ ഇക്വേഷൻ, അതായത് ഒരു ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ divided by number of observation. ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെ പെക്യുലാരിറ്റീസ് അനുസരിച്ചിട്ടാണ് ചെറിയ ചെറിയ ചേഞ്ചസ്, അതായത് ഇക്വേഷൻ ചേഞ്ചസ് അല്ല, നമ്മളത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കാരണമായിരിക്കും. അല്ലാതെ നമ്മൾ വേറെ എക്സ്ട്രാ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് between 30 and 50. സോ 30ൻ്റെ 50ൻ്റെ ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും ആവറേജ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആയിട്ട് ആ നമ്പറും, ഏതാണ് നമ്പർ ആ നമ്പറും 1 മാത്രമായിട്ട് വരും. ഇത് രണ്ടുമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ 1 കൊണ്ട്, പിന്നെ ഏതാണോ നമ്പർ ആ നമ്പർ കൊണ്ട് മാത്രമായിരിക്കും. വേറെ നമ്പേഴ്സും ആ ഒരു നമ്പറിന്റെ ഫാക്ടറായിട്ട് വരില്ല. സോ അങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരിക 31, 37, 41, 43, 47. ഇതാണ് 15ൻ്റെ ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, 13ൻ്റെ 15ൻ്റെ ഇടയിൽ. അപ്പോൾ ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് സമ്മാണ്. 31 പ്ലസ് 37 പ്ലസ് 41 പ്ലസ് 43 പ്ലസ് 47 ബൈ എത്ര ഉണ്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ 5 ആണ്. സോ 199 by 5, 39.8. ഓക്കെ, 39.8 ആണ് ഇവിടെ ആൻസർ വരുന്നത്. സോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ആ നമ്പറും അതിന്റെ ലാസ്റ്റ് നമ്പറും മാത്രം, ആ നമ്പറും 1 മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 3നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1ഉം 3 കൊണ്ട് മാത്രമാണ്. അപ്പോൾ 3 ഒരു പ്രൈം നമ്പറാണ്. അതേപോലെ 2 എന്ന് പറയുന്നത് ഓൺലി ഈവൻ പ്രൈം ആണ്. ഓക്കെ, ഈവൻ നമ്പർ ആയിട്ടുള്ള ഏക പ്രൈം നമ്പർ ആണ് 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the average of first 14 natural numbers. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ, അതായത് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ n നാച്ചുറൽ നമ്പേഴ്സ് സം, അതായത് ഫസ്റ്റ് 1 2 3 4 അങ്ങനെ 10 വരെ ആഡ് ചെയ്യണമെങ്കിൽ, അങ്ങനെ 1 to 20 വരെയുള്ള നമ്പേഴ്സിന്റെ ആഡ് ചെയ്യണം, അങ്ങനെ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് n into n plus 1/2. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 14 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ സം ഓഫ് ഒബ്സർവേഷൻ നോക്കാം. സം ഓഫ് ഒബ്സർവേഷൻ equal to n, 14 into n plus 1, 14 plus 1 41 by 2. ഓക്കെ, 820. ആവറേജ് ആണ് സം ഓഫ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട് 820 ആണ്. പിന്നെ നമ്മൾ 14 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് 820 by 40. ഓക്കെ, ഈക്വൽ ടു
20.5. Okay, 20.5. നമ്മൾ ആ ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ അത് യൂസ് ചെയ്തു എന്നല്ലാതെ ഇവിടെ എക്സ്ട്രാ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ആവറേജ് ഓഫ് 20 multiples of 7. Okay, first 20 multiples of 7. Find the average of first 20 multiples of 7. Okay, അപ്പോൾ required average അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 20 multiples of, അതായത് 1 7 7 2 7 14 അങ്ങനെ 7 plus 14 plus 21 plus അങ്ങനെ 20 വരെ 20 into 7 വരെ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ സമ്മാണ് കാണാൻ കഴിയുന്നത്. അതായത് 7 plus 2 into 7 plus 3 into 7 plus 4 into 7 അങ്ങനെ 20 into 7 by 20. സോ നമുക്ക് ഇവിടെ 7 ആണല്ലോ, അതായത് 1 into 7 അങ്ങനെയാണ്. ഇതിലൊക്കെ ഉള്ളത് കോമൺ ആയിട്ട് 7 ആണ്. 7 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 plus 2 plus 3 plus 4 plus അങ്ങനെ 20 by 20. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 20 ആണല്ലോ വരിക. എന്നിട്ട് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടി യൂസ് ചെയ്തല്ലോ, അതേ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ 1 plus 2 plus 3 അങ്ങനെ 20 വരെയുള്ള സമ്മാണല്ലോ കാണേണ്ടത്. അപ്പം അത് കാണാൻ 7 ഇൻറ്റു പറയുന്നത് 1 plus 2 plus 3 plus 4 plus 20 വരെയാണല്ലോ. സോ അവിടെ നമ്മൾ 20 വരെയുള്ള സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 20 ഇൻറ്റു 21 by 2 അല്ലേ? 20 ഇൻറ്റു 21 by 2. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാവും? 7 ഇൻറ്റു 20 ഇൻറ്റു 21 by ഇവിടുത്തെ ഈ 20 ആണ് കേട്ടോ, അത് 20 ഇൻറ്റു ഈ 2. ഓക്കെ, 7 ഇൻറ്റു 20 ഇൻറ്റു 21 by 20 ഇൻറ്റു 2 ഈക്വൽ ടു 147. 20 20 കട്ട് ചെയ്യും, 147 by 2 ആ വരും. ഓക്കെ, അതായത് 73.5 ആണ് ഇവിടെ ആവറേജ് വരുന്നത്. 73.5 ആണ് ഇവിടെ ആവറേജ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ 1 to 20 ഇല്ലേ, ആ സമ്മാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 20 ഇൻറ്റു 21 by 2. അവിടെ നമ്മൾ കുറച്ച് n ഇൻറ്റു n പ്ലസ് 1 by 2 ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു. Next question. The average of consecutive even numbers is 27. Okay. The average of 4 consecutive even numbers is 27. Find the largest. Find the largest number. 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് 4 ആണ് തന്നിട്ടുണ്ട്. ഈ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ എന്ന് പറയുന്നത് അതായത് 2 4 6 8 10 12 ഇങ്ങനെ ഈവൻ നമ്പേഴ്സ് ഇല്ലേ, അങ്ങനെ അതിങ്ങനെ കോൺസിക്യൂട്ടീവ്, അതായത് 2 4 8 എന്ന് പറയുന്നത് ഇതിനെയാണ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അടുത്തടുത്ത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഇപ്പം നമ്മുടെ ഇവിടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എക്സ് ആവും, അടുത്തത് x plus 2 ആവും,
അടുത്തത് x+4 ആവും. നെക്സ്റ്റ് x+6 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആവറേജ് എന്ന് പറയുന്നത് x+x+2 x+4 x+6 by എത്ര 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് by 4. ഓക്കെ, ഇതെങ്ങനെയാണ് 4x plus 2 plus 4 plus 6 12 by 4. ഓക്കെ, 4x കട്ടാവും, 2 3 വരും. ഓക്കെ, നമുക്ക് 27 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു 27. നമുക്ക് എന്താ കിട്ടുക? x+3 ഈക്വൽ ടു 27 എന്ന് കിട്ടും. അപ്പൊ x is equal to എന്താണ്? 27 minus 3 24 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മുടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിരിക്കും എന്ന് മാത്രം എടുത്ത് വെച്ചാൽ മതി. x+2 x+4 x+6 ഇങ്ങനെ നമുക്ക് എഴുതാം. അതിന്റെ സമ്മ് കാണാം, അതിന്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് x സോൾവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fifth one. There are 2 sections. രണ്ട് സെക്ഷൻസ് ഉണ്ട്. A and B of a class. Okay, consisting 36 and 44 students respectively. If the average weight of section A is 14 kilogram and that of B is 35 kilogram, find the average weight of whole class. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, അതിന് സെക്ഷൻ എ സെക്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ എയിൽ 36 സ്റ്റുഡൻസ് ഉണ്ട്, സെക്ഷൻ ബിയിൽ 44 സ്റ്റുഡൻസ് ഉണ്ട്. 36 സ്റ്റുഡൻസിൽ സെക്ഷൻ എന്റെ ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്, സെക്ഷൻ ബിന്റെ ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണല്ലോ. സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണല്ലോ. ഇപ്പൊ നമുക്ക് കാണേണ്ടത് ക്ലാസ് എന്റെയും ക്ലാസ് ബിന്റെയും ആവറേജ് വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് അവിടെ ഓരോ സെക്ഷനിലും സം ഓഫ് ഒബ്സർവേഷൻ, അതായത് സം ഓഫ് വെയിറ്റ് എത്രയാണ്, ഓരോ കുട്ടിയുടെയും കൂടി സം ചെയ്ത് എത്ര വരണം എന്നാണ്. അപ്പോൾ ക്ലാസ് എന്റെ ടോട്ടൽ വെയിറ്റ്, ടോട്ടൽ സം കാണണമെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു ആവറേജ് വെയിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്റെ എന്തായിരിക്കും? ക്ലാസ് എന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്ലാസ് എയിൽ എത്ര ഉണ്ട്? 36 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, 36 സ്റ്റുഡൻസ് ഉണ്ട്. ആവറേജ് വെയിറ്റ് എന്തായിരുന്നു? 40. 36 ഇൻറ്റു 14 ആണ് വരിക. ഓക്കെ, . 14 × 14 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120. 120 × 120 = 120.
1440 എന്ന് വരും. ഓക്കെ, ക്ലാസ് ഡിന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 44. ആവറേജ് വെയിറ്റ് എത്രയാണ്? 35. 44 into 35 ആണ് 1540. 1540. ഓക്കെ, ഇനി ഇത് രണ്ടിന്റെയും കൂടി സമ്മ് കാണണം. ഓക്കെ, ഇത് രണ്ടിനും കൂടി സമ്മ് കാണാനാണ് വേണ്ടത്. സോ ഹോൾ ക്ലാസിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 1414 plus 1540 equal to 2980 എന്ന് പറയും. ഇതാണ് ടോട്ടൽ വെയിറ്റ്. ഓക്കെ, എല്ലാ ക്ലാസ്സിന്റെ വെയിറ്റ് കിട്ടി. ഞാൻ ക്ലാസ്സിന്റെ മൊത്തം ആവറേജ് ആണ്, ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ഉണ്ട് എന്ന് പറയണം. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 36 plus 44 ആണ്, ഈക്വൽ ടു 80. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സെക്ഷന്റെ ആവറേജ് വെയിറ്റ് അല്ല, നമുക്ക് ടോട്ടൽ ആവറേജ് വെയിറ്റ് ആണ്. അതിന് വേണ്ടി നമ്മൾ ഹോൾ ക്ലാസ്സിന്റെ ടോട്ടൽ വെയിറ്റ് കണ്ടു. 2980 by 80. ഓക്കെ, 37.25 കിലോഗ്രാം. ഇതാണ് ആവറേജ് വെയിറ്റ് വരിക. സോ നമുക്ക് ഇതൊന്നും നമ്പർ ഓഫ് സ്റ്റുഡൻസും ഡീറ്റെയിൽസും ഒന്നും തന്നില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി രണ്ട് ആവറേജ് വെയിറ്റും കൂടി ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. പക്ഷെ അത് കറക്റ്റ് ഈ വാല്യൂ അല്ല തരിക, പോയിന്റ് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റുഡൻസിന്റെ ഇതൊക്കെ തന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓരോ സെക്ഷന്റെ ആയിട്ട് ആവറേജ് തരുമ്പോൾ ടോട്ടൽ ആവറേജ് കാണുമ്പോൾ ഈ സെക്ഷന്റെ ടോട്ടൽ സമ്മ് കാണണം. ആവറേജ് വെയിറ്റ് നമുക്ക് ആവറേജ് വെയിറ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ആവറേജ് വെയിറ്റ് തരും, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻഡ്യൂസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. അതേപോലെ എന്നിട്ട് രണ്ട് സെക്ഷന്റെ ടോട്ടൽ സമ്മ് കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഹോൾ ക്ലാസ്സിന്റെ ഓരോ കുട്ടിയുടെ വെയിറ്റ് ആഡ് ചെയ്താലുള്ള സമ്മ് കിട്ടും. എന്നിട്ട് ഈ വെയിറ്റിനെ ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 36 plus 44 80 ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് വെയിറ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sixth one. Of the three numbers, second is twice the first and is also thrice the third if the average of three numbers is 44. Find the largest. Find the largest. നമുക്ക് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡത്തെ നമ്പറിനെ വെച്ചിട്ടാണ് പറയുന്നത്. സെക്കൻഡത്തെ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ട്വൈസ് ആണ്. അതേപോലെ സെക്കൻഡത്തെ നമ്പർ തേർഡ് ലാസ്റ്റ് നമ്പറിന്റെ ത്രൈസും ആണ്. ഓക്കെ, അങ്ങനെ ഒരു നമ്പറാണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് നമ്പർ തേർഡ് നമ്പർ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഏത് വേണമെങ്കിൽ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. നമുക്ക് തേർഡ് നമ്പർ എന്ന് പറയുന്നത് എക്സ് എന്ന് എടുത്തു. സോ ത്രൈസ് ഓഫ് തേർഡ് ആണ് സെക്കൻഡ് എന്ന് കിട്ടി അല്ലെ. നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഈസ് ട്വൈസ് ഓഫ് ഫസ്റ്റും ആണ് ത്രൈസ് ഓഫ് തേർഡും ആണ്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് തേർഡ് എലിമെന്റിന്റെ 3 ഇരട്ടിയാണെന്നാ പറയുന്നത്. അപ്പോ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 3x. ഓക്കെ, പിന്നെ
ട്വൈസ് ഓഫ് ഫസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ട്വൈസ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റിന്റെ 2 ഇരട്ടിയാണ് സെക്കൻഡ്. അതായത് ഫസ്റ്റ് എലമെന്റ് എ ആണെങ്കിൽ സെക്കൻഡ് എലമെന്റ് 2a ആണെന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് എലമെന്റ് വേറൊന്നുകൂടി ഇതെന്ന് പറയാം. സെക്കൻഡ് എലമെന്റ് 2 ആണെങ്കിൽ സെക്കൻഡ് എലമെന്റിന്റെ പകുതിയാണ് ഫസ്റ്റ് എലമെന്റ് എന്ന് തിരിച്ചു പറയാലോ. ഇവിടെ പറയുന്ന ഫസ്റ്റ് എലമെന്റിന്റെ ഇരട്ടിയാണ് സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് എലമെന്റ് പകുതിയാണ് ഫസ്റ്റ് എലമെന്റ് എന്നും പറയാലോ, അല്ലേ? സെക്കൻഡ് എലമെന്റിന്റെ പകുതിയാണ് ഫസ്റ്റ് എലമെന്റ് എന്നും പറയാം. അപ്പൊ ഇവിടെ എങ്ങനെയാവും? 3x/2. നമ്പേഴ്സ് എന്ന് പറയുന്നത് x, 3x, 3x/2. ആവറേജ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ x പ്ലസ് 3x പ്ലസ് 3x/2 ബൈ 3 ഈക്വൽ ടു 44 എന്ന് വന്നിട്ടുണ്ട്. 44 നമുക്ക് ആവറേജ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് x പ്ലസ് 3x പ്ലസ് 3x പ്ലസ് 3x/2 ഈക്വൽ ടു 44 ഇൻറ്റു 3 എന്ന് എഴുതാറോ? 44 ഇൻറ്റു 3. ഇങ്ങനെ അങ്ങനെ x പ്ലസ് 3x എന്തായി? 4x പ്ലസ് 3x/2 ഈക്വൽ ടു 44 ഇൻറ്റു 3. ഈ ഇതിനെ നമുക്കിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫ്രാക്ഷനെ ചെറുതാക്കാം. വെറുതെ ചെറുതാക്കുമ്പോൾ 2 ഇൻറ്റു 4x 8x, 8x പ്ലസ് 3x 11x/2 ഈക്വൽ ടു 44 ഇൻറ്റു 3. ഓക്കെ, 44 ഇൻറ്റു 3. x is equal to 44 into 3 by 11 into 2 now. 4 into 3 into 2. 24. നമുക്ക് കിട്ടിയത് x is equal to 24 എന്നാണ് കിട്ടിയത്. ഓക്കെ, x is equal to 24. നമ്പേഴ്സ് ഏതൊക്കെയാണ്? വരിക? x 24 ആണ്. 3x ആണ് സെക്കൻഡ് നമ്പർ വരിക. നമുക്ക് ലാർജസ്റ്റ് മാത്രം എഴുതിയാൽ പോരെ? ലാർജസ്റ്റ് മാത്രം എഴുതാം. ലാർജസ്റ്റ് നമ്പർ നോക്കി അറിയാം 3x ആയിരിക്കും. കാരണം x അതിന്റെ ഇരട്ടിയാണ്, അതിന്റെ പകുതിയാണ് ഫസ്റ്റ് എലമെന്റ് വരുന്നത്. ലാർജസ്റ്റ് എന്ന് പറയുന്നത് 3x ആയിരിക്കും. അതായത് 3 ഇൻറ്റു 24 72. ഓക്കെ, ഇതാണ് ലാർജസ്റ്റ് വരുന്നത്. നമ്മൾ ഈ നമ്പേഴ്സിന് x/2 അങ്ങനെ എടുത്തു ഒന്നുമല്ല, നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് x ആണെന്ന് പറഞ്ഞു, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് 2x ആക്കി എടുക്കാം. ഓക്കെ, തേർഡ് എലമെന്റ് പറയുന്നത് 2x/3 ഒക്കെ ആവും. ഓക്കെ, 2x/3 ആവും. ഇങ്ങനത്തെ വെച്ചിട്ട് ഈ ഒരു 3x വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ്. സോ നമ്മൾ എക്സ് ഏതെടുക്കുന്നു എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുക, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മൾ അത് എഴുതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The average of 25 results is 80. The average of first 12 of them is 40, and that of last 12 is 70. Find the
13th result. ഓക്കെ, ഇത് നമുക്ക് എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മുടെ x1 പ്ലസ് x2 പ്ലസ് x3 അങ്ങനെ x12 പ്ലസ് x13 പ്ലസ് x14 അങ്ങനെ x25. ആദ്യത്തെ 12ന്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 12ന്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് 18 തന്നിരിക്കുന്നത്. ലാസ്റ്റത്തെ 12 പറഞ്ഞാൽ x14 തൊട്ടിട്ടുള്ളതാണ് x25 വരെ. അതാണ് നമുക്ക് 17 തന്നിരിക്കുന്ന ആവറേജ്. പിന്നെ സോറി, ഇത് 14. ഓക്കെ, ഫസ്റ്റത്തേതിന് 14 ആണ് തന്നിരിക്കുന്നത്. ആവറേജ് ഓഫ് ആവറേജ് ഓഫ് ഫസ്റ്റ് 12 is 14. ഓക്കെ, 14 ആണ് തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത 17. എന്നിട്ട് നമുക്ക് ടോട്ടൽ ആവറേജ്, ഇതൊക്കെ ആവറേജ് ആണ് കേട്ടോ, ആവറേജ് ആണ്. നമുക്ക് ഇത്രയും ടോട്ടലായ ആവറേജ് ഇല്ലേ, ആ ആവറേജ് 18 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവറേജിന് നമ്മൾ സമ്മ് കണ്ടുപിടിക്കാം. സമ്മ് ആണെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്കറിയാം. വേറെ കളർ എഴുതാം. സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുക ആകെ ടോട്ടൽ ആകെ 25 സമ്മ് കിട്ടും. പിന്നെ ആദ്യത്തെ 12 സമ്മ് കിട്ടും. അത് കഴിഞ്ഞ് ലാസ്റ്റ് 12ന്റെ സമ്മും കിട്ടും. ഈ ആവറേജ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മൊത്തം സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് ഇതാണ് എസ് എന്ന് വിചാരിച്ചോ, ഇത് ടോട്ടൽ സമ്മ് S1 കിട്ടും, പിന്നെ S2 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഈ എസ് എന്ന് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക, x13. അതാണ് നമ്മുടെയൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എസ് കണ്ടുപിടിക്കാം, അതായത് ടോട്ടൽ സം. എസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഇവിടെ 25 അപ്പൊ ആവറേജ് ഇവിടെ എത്ര 18 ആണ്. ടോട്ടൽ എന്താണ് 25 ആണ്. ആവറേജ് 18 ആണ്. ഓക്കെ, ടോട്ടൽ എന്താണ് 25 ആണ്. അപ്പൊ 450. ഓക്കെ, 450. നെക്സ്റ്റ് S1 എന്ന് പറയുന്നത്, S1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ 12 എലമെന്റ്സിന്റെ ആണ്. അപ്പൊ 12 എത്ര എലമെന്റ്സ് ഉണ്ട്, 12 എലമെന്റ്സ് ഉള്ളത്. ആവറേജ് എന്താണ് 14 ആണ്. 14 ഇൻറ്റു 12 168. S2 എന്താണ്, നമുക്ക് ആവറേജ് എത്രയാണ് 17 ഇൻറ്റു 12. നമ്പർ ഓഫ് എലമെന്റ്സ് 12 തന്നെയാണ്. 17 ഇൻറ്റു 12 204. ഓക്കെ, അത് കഴിഞ്ഞാൽ 13th എലമെന്റ് ആണ്. 13th എലമെന്റ് എക്സ് എന്ന് വിചാരിച്ചോ. എക്സ് ഇസ് ഇക്വൽ ടു എസ് മൈനസ് S1 പ്ലസ് S2. ഓക്കെ, S1 പ്ലസ് S2. അപ്പോൾ 13th എലമെന്റ് എന്ന് പറയുമ്പോൾ
എസ് എന്താണ് 450 മൈനസ് 168 പ്ലസ് 204 168 പ്ലസ് 204 okay 450 minus 372 equal to 78 okay നമ്മൾ എന്താ ചെയ്തത് നമുക്ക് അങ്ങനെ തരും ഒരു ശരിക്കും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഓഡ് നമ്പർ ആയിരിക്കും തരിക ഓക്കെ ഒരു ഓഡ് നമ്പർ തരും മോസ്റ്റ്ലി ഓഡ് നമ്പർ ആയിരിക്കും എന്നിട്ട് രണ്ടറ്റത്ത് ഇപ്പൊ ഒരു 13 ആണെന്ന് വിചാരിച്ചു ഫോർ എക്സാമ്പിൾ 13 ആണെങ്കിൽ ആദ്യത്തെ 6 എലമെന്റ്സ് അവസാനത്തെ 6 എലമെന്റ്സ് കൊടുക്കും നടുക്കത്തെ എലമെന്റ് എന്താണ് മിഡ് എലമെന്റ് ആണ് അതായത് 7th എലമെന്റ് ആയിരിക്കും ഓക്കെ 7th എലമെന്റ് ആയിരിക്കും അപ്പൊ ആ ഒരു 13th എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ ഇതിന്റെ നമുക്ക് ടോട്ടൽ സം വന്നിട്ടുണ്ട് ഇടയത്തെ രണ്ടിന്റെ ഇത് മുഴുവൻ x1 പ്ലസ് x2 പ്ലസ് x3 കൂട്ടിയുള്ള x1 പ്ലസ് x2 പ്ലസ് x3 ഇല്ലേ ഇത് കൂട്ടിയുള്ള സമ്മ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് കൂട്ടിയുള്ള സമ്മും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ഏരിയ കൂട്ടിയതും ഈ ഒരു ഏരിയ കൂട്ടിയതിന്റെ സമ്മ് കിട്ടി നമുക്ക് ടോട്ടൽ സമ്മും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ അതൊന്ന് മൊത്തം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് x13ന്റെ എലമെന്റിന്റെ സമ്മായിരിക്കും കിട്ടുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു ഓവർലാപ്പിംഗ് ടൈപ്പ് വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ദ ആവറേജ് ഓഫ് 11 results is 60. The average of 11 results is 60. If the average of first 6 elements is 58 and last 6 elements is 63, find the 6th result. Sixth result. Okay. നമുക്ക് തന്നിരിക്കുന്നത് x1 പ്ലസ് x2 അങ്ങനെ x11 വരെ ഇങ്ങനെ എഴുതാം എന്നാലേ നമുക്ക് മനസ്സിലാവും x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് അങ്ങനെ x6 പ്ലസ് x7 പ്ലസ് x8 അങ്ങനെ x11 വരെയുള്ള എലമെന്റ്സ് ആഡ് ചെയ്തെടുക്കാൻ ഓക്കെ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് 6 എലമെന്റ്സിന്റെ ആവറേജ് തന്നിട്ടുണ്ട് അതെന്താ വെച്ചാ 58 ആണ് ഓക്കെ പിന്നെ ലാസ്റ്റ് സിക്സ് എന്ന് പറയുമ്പോൾ ഈ 6 ഇൻക്ലൂഡഡ് ആണ് എന്നിട്ട് 11 വരെ ഉള്ളതാണ് ലാസ്റ്റ് 6 അതായത് x1 1 2 3 4 5 6 ആദ്യത്തെ 6 എലമെന്റ്സ് ആയി പിന്നെ ലാസ്റ്റ് 6 എലമെന്റ്സ് പറയുമ്പോൾ 6 7 8 9 10 11 അതാണ് ലാസ്റ്റ് 6 എലമെന്റ്സ് അത് പറയുന്നത് 63 ആണ് ഓക്കെ 63 ആണ് എന്നിട്ട് ടോട്ടലിന്റെ ആവറേജും നമുക്ക് തന്നിട്ടുണ്ട് അത് 60 ആണ് ഓക്കെ ഇവിടെ നമുക്ക് 60 ആണെന്ന് പറഞ്ഞു ഇത് S1 ഇത് S2 ഇത് ടോട്ടൽ സം ഓക്കെ ടോട്ടൽ സം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ സം S1 പ്ലസ് S2 നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ എന്താവണെന്ന് വെച്ചാൽ x6 എന്ന് പറയുന്നത് 2 തവണ ആഡ് ആവുകയാണ് ഓക്കെ അതായത് ഞാൻ എഴുതി കാണിച്ചു തരാം
ഞാൻ S1 പ്ലസ് S2 എന്ന് എഴുതി. S1 പ്ലസ് S2. S1 എന്താണ്? X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് അങ്ങനെ X6 വരെ ഉണ്ട്. പ്ലസ് ഓക്കെ, ഇത് S1 ആയി. പിന്നെ എന്താണ് S2? എന്താണ്? X6 എന്നല്ല തുടങ്ങുക. X6 പ്ലസ് X7 പ്ലസ് അങ്ങനെ X11 വരെ. ഇവിടെ ശ്രദ്ധിച്ച X6 X6 രണ്ട് തവണ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ S പറയുന്നത് എന്താണ്? X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് അങ്ങനെ X11 വരെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ എസ് ന്ന് ഇത് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? സോറി, എസ് എന്നല്ല, നമുക്ക് ഏറ്റവും വലുത് എന്താണ്? X6 രണ്ട് തവണ ആഡ് ചെയ്തുകൊണ്ട് S1 പ്ലസ് S2 S1 പ്ലസ് S2 ന്ന് ഈ എസ് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഇത് വെട്ടിപ്പോവും, ഇത് വെട്ടിപ്പോവും, അങ്ങനെ കുറച്ച് കുറച്ച് പോവും. X6 ഇവിടുത്തെ ഒരു X6 ഉണ്ടാവും. അത് ഒരു X6 ഒരു X6 കൂടി മൈനസ് ചെയ്ത് പോയി. പിന്നെ അങ്ങോട്ട് X7 ഉണ്ടാവുക. പിന്നെ അപ്പൊ റിമൈനിങ് വരിക ഒരു X6 ആയിരിക്കും. അതായത് S1 പ്ലസ് S2 ന്ന് എസ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, എസ് പ്ലസ് എസ് പ്ലസ് S1 പ്ലസ് S2 ന്ന് എസ് കുറയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സമ്മ് കാണാൻ അറിയാം. ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, നമുക്ക് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ 11 ആണ്. ആവറേജ് എന്താണ്? 60 ആണ്. 60 ഇൻറ്റു 11 ആണ് വരുന്നത്. ഓക്കെ, 16 ഇൻറ്റു 11 660. ഓക്കെ, 660. ഇനി S1 എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 6 ആണ്. ആവറേജ് എത്രയാണ്? 58. 58 ഇൻറ്റു 58 ഇൻറ്റു 6 എത്രയാണ്? 348. ഓക്കെ, S2 എന്ന് പറയുന്നത് 63 ആണ് ആവറേജ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 6 ആണ്. 63 ഇൻറ്റു 6 378. ഓക്കെ, 63 ഇൻറ്റു 6. അപ്പൊ നമ്മൾ രണ്ട് സമ്മും ടോട്ടൽ സമ്മും കണ്ടുപിടിച്ചു. ഇനി 7th എലമെന്റ് അല്ലെങ്കിൽ 6th എലമെന്റ് ആണ് നമുക്ക് കിട്ടുക പറയുന്നത്. X6 എന്ന് പറയുന്നത് S1 പ്ലസ് S2 മൈനസ് എസ്, അതായത് 348 പ്ലസ് 378 മൈനസ് 660. 348 പ്ലസ് 378 മൈനസ് 660. 66 ആണ് വരിക. ഒന്ന് ചെയ്ത് നോക്കുക. 66 ആണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത് മനസ്സിലായി തോന്നുന്നു. നമുക്ക് ഒരു ഇവിടെ ഒരു ഓവർലാപ്പ് വരുന്നുണ്ട്. അതായത് X6 ഇവിടെ രണ്ട് തവണ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ S1 കണ്ടുപിടിച്ചു, S2 കണ്ടുപിടിച്ചു, എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് S എന്ന് കുറച്ചു. നമ്മൾ S കുറയ്ക്കാൻ കാരണം ഇവിടെ X6 ആണ് നമ്മുടെ 6th എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 6th എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 11 റിസൾട്ട്സില് ടോട്ടൽ റിസൾട്ട്സ് X1 പ്ലസ് X2 പ്ലസ് X3 അങ്ങനെയാണ്. പിന്നെ S1 പ്ലസ് S2 ചെയ്യുമ്പോൾ ആദ്യത്തെ X6 ലാസ്റ്റ് X6 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ X6 രണ്ട് തവണ നമ്മള് S1 പ്ലസ് S2 രണ്ട് X6 ഉണ്ട്. എസ്സില് നമ്മൾ എസ് അത് മൈനസ് ചെയ്യുമ്പോൾ ഒരു X6 ഉള്ളൂ. പിന്നെ ബാക്കി വരുന്നത് X6, ഒരു X6 ബാക്കി വരും. ഓക്കെ, രണ്ട് X6 ഒരു X6 പോകുമ്പോൾ ഒരു X6 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് X6th എലമെന്റ് കിട്ടിയത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay,
Next question, 7th, 9th question. 9th question. There were 35 students. There were 35 students in a hostel. Okay. Due to admission of 7 new students, the expenses of the mess were increased by rupees 42 per day, while the average expenditure per head diminished decreased ആണ് ട്ടോ. Diminished എന്ന് ഉദ്ദേശിക്കുന്നത് decreased by rupees 1. What was the original expenditure of the mess? Okay. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ 35 സ്റ്റുഡൻസ് ഉള്ള ഒരു ഹോസ്റ്റലിലേക്ക് 7 ന്യൂ സ്റ്റുഡൻസ് ആഡ് ആയി. അപ്പോൾ എക്സ്പെൻസ് പെർ ഹെഡ് എക്സ്പെൻസസ് 42 വെച്ച് ഇൻക്രീസ് ആയി. എന്നാൽ ആവറേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒന്ന് കുറയും ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് ടോട്ടൽ അതായത് 35 സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ അവിടെ എക്സ്പെൻഡിച്ചർ എന്തായിരുന്നു എന്നാ ചോദിക്കുന്നത്. ഓക്കെ. ഇനീഷ്യൽ സ്റ്റേജിൽ എക്സ്പെൻഡിച്ചർ എന്തായിരുന്നു എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആണ് ഫസ്റ്റത്തെ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനെ എക്സ് എടുക്കുകയാണ്. ഓക്കെ. ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ഞാൻ അല്ലെങ്കിൽ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പൊ എന്തായിരുന്നു 35 ആയിരുന്നു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 35 ആയിരുന്നു. അപ്പോ അവിടെ അപ്പൊ എന്തായിരുന്ന അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ എക്സ്പെൻഡിച്ചർ പെർ ഹെഡ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 35 ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ. 35 ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ. ഇതിപ്പോ ആവറേജ് എന്ന് പറയുന്നതാണ് എക്സ്. അപ്പൊ അതില് നമുക്ക് 35 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ബിഫോർ എന്താണ് 35 ഇൻറ്റു എക്സ് ആയിരുന്നു അപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ. ഓക്കെ. 35 ഇൻറ്റു എക്സ് ആയിരുന്നു അപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ. ഓക്കെ. അത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ പുതിയ കുട്ടിയോട് അഡ്മിഷൻ എടുത്ത ശേഷം എത്ര പേര് കൂടി അപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ പെർ ഹെഡ് അതായത് ആവറേജ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ.
അപ്പൊ 1 കുറഞ്ഞു, ആവറേജ് എക്സ്പെൻഡിച്ചർ 1 കുറഞ്ഞു. ഇതാണ് ഒറിജിനൽ എക്സ്പെൻഡിച്ചർ. ഡിക്രീസ്ഡ് എന്നൊക്കെ. കറണ്ട് ആവറേജ്. ഓക്കെ, കറണ്ട് ആവറേജ് ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാം. ഒറിജിനൽ ആവറേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആവറേജ്. ഓക്കെ, ഇതാണ് ഇവിടെ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതും. അപ്പൊ കുറച്ചും കൂടി ആവും. ഇപ്പൊ കറണ്ട് ആവറേജ് എന്ന് പറയുന്നത് x-1 ആണ്. കറണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 35ന്റെ കൂടെ 7 ന്യൂ സ്റ്റുഡൻസ് ആണ് ആഡ് ചെയ്തത്. അപ്പൊ 42 ആയി. കറണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, കറണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 42 ആയി. ഓക്കെ, ഇതാണ് ഒറിജിനൽ കേസും അതായത് ഇനീഷ്യൽ കേസും കറണ്ട് കേസും വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 42 ആണ് ഇപ്പൊ ഇൻക്രീസ് ബൈ ₹42. 42 ആണ് ഇൻക്രീസ് വന്നത്. എന്തിന്റെ ഇൻക്രീസ്? ആദ്യത്തെ എക്സ്പെൻഡിച്ചറും ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 42 എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒന്നും കൂടി കറണ്ട് എക്സ്പെൻഡിച്ചർ ഇടാം. കറണ്ട് എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും വരിക? 42 ഇൻറ്റു x-1. ഓക്കെ, ഈ കറണ്ട് എക്സ്പെൻഡിച്ചറും ഒറിജിനൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് നമുക്ക് 42 എന്ന് പറഞ്ഞത്. ഇൻക്രീസ് ആയി എന്നാ പറഞ്ഞത്. അപ്പൊ ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ഏതാണ്? കറണ്ട് എക്സ്പെൻഡിച്ചർ ആണ് വലുതായിരുന്നു. കറണ്ട് എക്സ്പെൻഡിച്ചർ മൈനസ് ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ആണ് 42. ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല, ഇവിടെ തന്നിട്ടുണ്ട് ഒരു 42. ഇതാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഡിഫറൻസ്, അതായത് ഇപ്പൊ നമുക്കറിയാം ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 35 ഇൻറ്റു എക്സും 42 ഇൻറ്റു x-1 ആണ്. അപ്പൊ 42 ഇൻറ്റു x-1 മൈനസ് 35x ആണ് 42 എന്ന് പറയുന്നത്. ഓക്കെ, 42x മൈനസ് 42 മൈനസ് 35x ഈക്വൽ ടു 42. ഓക്കെ, സോൾവ് ചെയ്താൽ നമുക്ക് x is equal to 12 എന്ന് കിട്ടും. ഓക്കെ, x is equal to 12 എന്ന് കിട്ടും. നമുക്ക് x കിട്ടി. x കിട്ടിയ നമുക്ക് ഒറിജിനൽ എക്സ്പെൻഡിച്ചറിന് നമുക്കറിയാലോ. ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് $35x, അതായത് 35 ഇൻറ്റു 12 420. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് ആവറേജുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ആവറേജ് അതായത് ഓരോ ഹെഡിനുള്ള ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ എക്സൈറ്റ് എടുത്തിട്ട് ഇവിടെ ആകെ തന്നിരിക്കുന്നത് 7 പേര് ആഡ് ആയപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 1 കുറഞ്ഞു എന്നാണ്. പിന്നെ പറയുന്നത് ഒറിജിനൽ എക്സ്പെൻഡിച്ചറും, അതായത് ആദ്യം 35 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചറും പിന്നെ ആ 7 സ്റ്റുഡൻസ് ആഡ് ചെയ്തപ്പോൾ ഇൻക്രീസ് ആയല്ലോ, അത് 42 ആണെന്നാണ്. അത് ഇൻക്രീസ് ആയി 42 പറഞ്ഞാൽ ആ രണ്ട് എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഡിഫറൻസ് 42 ആണെന്നാണ്. ഒറിജിനൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന എക്സൈറ്റ് എടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 35 ആണെങ്കിൽ സമ്മ് കാണാം. നമ്മളെങ്ങനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻറ്റു ആവറേജ് എഴുതിയില്ലേ, അതേപോലെ നമ്മൾ x ഇൻറ്റു 35 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് കറണ്ട് എക്സ്പെൻഡിച്ചറിൽ ആവറേജ് എക്സ് 1 കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ x-1 കറണ്ട് ആവറേജ് ആക്കിയത്. 42 ആണ് കറണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ കറണ്ട് എക്സ്പെൻഡിച്ചർ പറയുന്നത് 42 ഇൻറ്റു x-1. പിന്നെ നമുക്ക് ഡിഫറൻസ് പറയുന്നത് 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ കറണ്ട് എക്സ്പെൻഡിച്ചർ ആണ് വലുത് എന്നാണ് അർത്ഥം. അപ്പൊ 42x-1 എന്ന് 35x കുറച്ചു അങ്ങനെ ഒരു ഇക്വേഷൻ ഈക്വൽ ടു 42 എന്ന് എഴുതി.
അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കറണ്ട് എക്സ്പെൻഡിച്ചർ പറഞ്ഞ് ഇൻക്രീസ് ആയി, അതായത് കറണ്ട് എക്സ്പെൻഡിച്ചർ ₹42 ഇൻക്രീസ് ആയി പറഞ്ഞാൽ കറണ്ട് ആണ് വലിയ വാല്യൂ എന്നർത്ഥം. അതുകൊണ്ടാണ് 42 ഇൻറ്റു എക്സ് മൈനസ് 5 മൈനസ് 35 എക്സ് ചെയ്ത് നമുക്ക് 42 എന്ന് കിട്ടി. എന്നിട്ട് എക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഒറിജിനൽ എക്സ്പെൻഡിച്ചർ 35x ആണ്, അപ്പോൾ 35 ഇൻറ്റു 12 ചെയ്തു. ഓക്കെ, ഇത്രയുള്ള ആവറേജസിൽ ഈ ഒരു സമ്മ് വരുന്ന രണ്ട് കേസസ് ഒന്നും കൂടി നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ബാക്കിയുള്ളൊക്കെ നമ്മൾ ഒബ്സർവേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാണ് ചെയ്തത്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ചെറുത് വായിച്ചിട്ട് മനസ്സിലാക്കേണ്ട ചെറിയ അങ്ങനത്തെ കുറച്ച് ട്വിസ്റ്റുകളല്ലാതെ ആവറേജസിൽ ഇതൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു.